പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു എന്താ കിളിപോയ ആളെ പോലെ പറയേണ്ടി വരും. കാരണം വലിയ സ്റ്റാൻഡേർഡായിരുന്ന ലോക നിലവാരത്തിൽ അമേരിക്ക എന്ന് പറയുമ്പോൾ എന്താ പണം കായ്ക്കുന്ന ഒരു രാജ്യമായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അവിടുത്തെ ജനജീവിതം ആണെങ്കിലും എല്ലാം. ഇപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചു ട്രംപ്. ഈ ഭ്രാന്തന്മാരുടെ രാജ്യമായി മാറിയതുപോലെയായി അമേരിക്ക. ട്രംപ് പറയുകയാണ്, എന്നെ ആരെങ്കിലും വിമർശിച്ചാൽ അവരെ ഒന്നും ഞാൻ വച്ചേക്കില്ല. ഇപ്പോൾ ഇന്ത്യ പിന്നെ എന്നോട് കളിച്ചപ്പോൾ ഞാൻ ഇന്ത്യക്ക് താരിഫ് ഉയർത്തി, ചൈന കളിച്ചപ്പോൾ ചൈനയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തു, റഷ്യക്ക് ഞാൻ 8ന്റെ പണി കൊടുക്കും, എല്ലാ രാജ്യങ്ങൾക്കും ഞാൻ പണി കൊടുക്കും, ലോകത്തെ രാജാവെന്ന് പറയുന്നത് ഞാനാണ്, എനിക്ക് അപ്പുറം ഒന്നുമില്ല. ഈ വട്ടി ഇടയ്ക്കുള്ള മാറാൻ സാധ്യതയുണ്ടോ? നമ്മൾ കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ ഒരു സിനിമ വന്നിരുന്നു, ഏഴാം കടലിനക്കരെ. ആ സിനിമയുടെ പോസ്റ്ററിൽ നമ്മൾ കാണുന്നത് ഒരു സ്റ്റാച്യു ആണ്, ഫ്രീഡം സ്റ്റാച്യു എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ പ്രതിമ. അതായത് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ ഫ്രീഡം സ്റ്റാച്യു ആണ് അതിൻ്റെ പ്രതീകം. എന്നുവെച്ചാൽ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു പൊൻതൂവലാണ് എന്നൊക്കെ നിലക്കാണ് അമേരിക്കയെക്കുറിച്ച് ലോകത്ത് അഭിപ്രായങ്ങൾ പ്രസരിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ അമേരിക്ക മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ട്, ധന്യ പറഞ്ഞതുപോലെ പണം കായ്ക്കുന്ന മരം പൂത്തുലയുന്ന രാഷ്ട്രമാണ് അമേരിക്ക എന്നത് മറ്റൊന്ന്. അങ്ങനെ അതുകൊണ്ട് മലയാളികളൊക്കെ അമേരിക്കയിലേക്ക് പോകാനായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിലേക്ക് പോയ മലയാളികളെ കുറിച്ചുള്ള കഥയാണ് ശരിക്കും ഈ ഏഴാം കടലിനക്കരെ എന്ന് പറയുന്നത് ആ സിനിമയിൽ ഉള്ളത്. അത് അത്ര മതി, അതിൽ കൂടുതൽ പ്രസക്തിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് അതാണ് അമേരിക്ക എന്ന സെൻസാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് മുഴുവൻ നഷ്ടപ്പെടുത്താനായിട്ട് പറ്റിയ ഒരു ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണെന്നുള്ളത് ശരിയാണ്. അമേരിക്കയ്ക്ക് ഒരു ബിസിനസ് ക്യാരക്ടറുണ്ട്, ഒരു ബിസിനസ് ഫേസുമുണ്ട്. അമേരിക്കയുടെ ബിസിനസ് എന്ന് പറയുന്നത് ലോകത്തെ മുഴുവനും യഥാർത്ഥത്തിൽ വിഴുങ്ങിയ ബിസിനസ് തന്നെയാണ്. കാരണം നമ്മുടെ രാഷ്ട്രത്തിലും മറ്റ് രാഷ്ട്രങ്ങളിലുമൊക്കെ അമേരിക്കൻ കമ്പനികൾ, മൾട്ടി നാഷണൽ കമ്പനികൾ എന്ന് പറയുന്നത് വ്യാപൃതമായിട്ടുള്ള തോതിൽ അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ പറത്തി വിരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാം. കൊക്കോകോള അത് വരുന്ന സമയത്ത് തന്നെ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അമേരിക്കക്കാരനായിട്ടുള്ള പട്ടാളക്കാരൻ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉണ്ട് എങ്കിൽ അവനെ കൊക്കോകോള കുടിക്കണം എന്ന് ആഗ്രഹം വന്നാൽ ആ സമയത്ത് അവൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്, എനിക്ക് കോള വേണം. അപ്പോൾ കോള കമ്പനിയോട് പറയുന്നത് കോള അറ്റ് യുവർ ആംസ് റീച്ച് എന്നാണ്. കോള അറ്റ് ആംസ് റീച്ച് എന്ന് പറഞ്ഞാൽ നീ കൈ നീട്ടു, നിൻ്റെ കയ്യിൽ കോള എത്തും എന്നുള്ളതാണ്. ഇങ്ങനെ ലോകത്തെല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിച്ച ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. മക്ഡൊണാൾഡ് ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ തട്ടുകടയാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോയി ഡുപോൺ ലോകത്തെ ഏറ്റവും വലിയ ഈ ഫാക്ടറികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ് ഡുപോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊക്ടർ ആൻഡ് ഗാമ്പിൾ, അത് മറ്റ് കൺസ്യൂമർ ഐറ്റംസ് വിൽക്കുന്ന ലോകത്തെ ഒന്നാംകിട കമ്പനിയാണ്. നമ്മുടെ ഇവിടെ യൂണിലിവർ, അതേപോലെ തന്നെ കോൾഗേറ്റ് പാമലി എന്ന് പറയുന്നത്. ഇതൊക്കെ ലോകത്ത് അതിൻ്റെ വേരുകൾ ആഴ്ത്തി വളർന്നു വരുന്ന വലിയ ബിസിനസ് ലോകമാണ്. ആ ബിസിനസ് ലോകത്തിൻ്റെ ഒരു ഫിലോസഫിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാഴ്ചപ്പാടിനെ അമേരിക്ക സ്വീകരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണ് കിളിപോയവനാണ് ഈ ട്രംപ് എന്ന ആളുകൾ വിളിച്ചു പറയുന്നത്. വട്ടൻ ഇന്നൊക്കെ വിളിച്ചു പറയാനായിട്ട് പറ്റുന്ന തരത്തിലേക്ക് ആയിരുന്നാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ഇതുവരെ ലോകം ഒരിക്കലും അങ്ങനെ ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം അങ്ങനെ ശബ്ദിക്കാനായിട്ടുള്ള അവസരം കൊടുക്കുന്നു, നിരന്തരം അതിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, എല്ലാം അങ്ങനെയാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ വിമർശിക്കപ്പെടുന്ന സമയത്ത് അവനോട് പറയുന്നത് ചുപ്പ് രഹോ, മുണ്ടരുത് എന്നാണ്, ശരിപ്പെടുത്തി കളയുന്നതിനെ എന്നാണ്, എനിക്കെതിരെ സംസാരിക്കുന്നത് നീ ആരാ. ഇങ്ങനെ ഒരു സ്വേച്ഛാധിപതിയുടെ എല്ലാ സ്വഭാവ സവിശേഷതയും കാണിക്കുകയും അതേപോലെ തന്നെ സ്വേച്ഛാധിപതിക്ക് ഇല്ലാത്ത തരത്തിലുള്ള വട്ടൻ അല്ലെങ്കിൽ ഊളൻ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നതായിട്ടുള്ള സ്വരൂപത്തിൻ്റെ ഒരു സവിശേഷത. ഇത് ബാക്കി രാജ്യങ്ങളെല്ലാം വിധേയത്വം സ്വീകരിച്ച് നിൽക്കും. ഇന്ത്യ, റഷ്യ അങ്ങനെയല്ല. റഷ്യ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ നിലപാടുള്ള ഒരു മനുഷ്യനാണ് വ്ളാഡിമിർ പുടിൻ. അപ്പോൾ റഷ്യയോടുള്ള ഈ ഒരു സമീപനം എങ്ങനെയായിരിക്കും? ഇന്ത്യയോടുള്ളത് കാണിച്ചു കഴിഞ്ഞു, റഷ്യയോടുള്ളത് എങ്ങനെയായിരിക്കാം? അല്ല, ഇന്ത്യയോട് കാണിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പെരുമാറാനോ പ്രവർത്തിക്കാനോ ട്രംപ് ധൈര്യപ്പെടുന്നില്ലെന്നല്ലേ നമുക്ക് തോന്നുന്നു. അങ്ങനെ അധികം കളി അവിടെ നടത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടാണ്
പ്രവർത്തിക്കാത്തത് എന്നത് നമുക്ക് അത്ഭുതത്തോടുകൂടി മാത്രമേ നോക്കിക്കാണാനായിട്ട് കഴിയുള്ളൂ. കാരണം ഈ സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന വിശാല സാമ്രാജ്യം നിലനിന്നിരുന്ന സമയത്ത് അമേരിക്കയും അതുപോലെ സോവിയറ്റ് റഷ്യയും പരസ്പരം പോരടിക്കുന്ന വലിയ ശക്തികളായിരുന്നു. പക്ഷെ അമേരിക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവനെ അടിച്ചിടാണ്. അങ്ങനെ അത് അടിഞ്ഞു വീണു. സോവിയറ്റ് റഷ്യ എന്ന് പറയുന്നത് തകർന്നു. സോവിയറ്റ് റഷ്യ തകർന്നതിന് ശേഷം പിന്നീട് ഈ സോവിയറ്റ് റഷ്യയുടെ ഭാഗമായി നിന്നിരുന്ന റഷ്യയോ അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രങ്ങളോ പല രാഷ്ട്രങ്ങളായിട്ട് വിഘടിച്ചു പോയാൽ ഇവർക്ക് ആർക്കും തന്നെ ശരിക്കും പറഞ്ഞാൽ ശക്തി ഉണ്ടായിരുന്നില്ല. അവർ ദുർബലരായിരുന്നു. അവരുടെ മേൽ പലതരത്തിലുള്ള ഷോക്ക് പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് ഷോക്കുകൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അമേരിക്ക അടിച്ചേൽപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ഈ റഷ്യ ഓർത്ത് സങ്കടപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ആ സങ്കടപ്പെട്ട അവസ്ഥയിൽ നിന്നും ഉയർന്നു വന്ന ഒരു സ്വേച്ഛാധിപതിയാണ് പുടിൻ എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പുടിൻ വന്നതിന് ശേഷം പിന്നീട് റഷ്യ എന്ന് പറയുന്നത് വീണ്ടും പഴയ തരത്തിൽ ലോകശക്തിയായിട്ട് വരുന്ന കാഴ്ച കണ്ട് ആ ശക്തിയുടെ മുമ്പിലാണ് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യാത്തത്, അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള വകുതിരികൾ കാണിക്കാതിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളോട് പറയാണ് റഷ്യയുടെ എണ്ണ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വെക്കിട്ട് കയറാൻ ഇയാൾ വരികയാണ്. ഇങ്ങനെയൊക്കെ റഷ്യക്ക് എതിരെ പോയി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇന്ത്യക്ക് എണ്ണ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നില്ലേ? അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് പുടിൻ ശക്തനാണ് എന്ന് ഒരു തിരിച്ചറിവ് ട്രംപിനുണ്ടെന്നാണ് തോന്നണം. ഇന്ത്യ എന്ന് പറയുന്നത് കുതിര കയറാൻ പറ്റിയ ഒരു രാജ്യമാണെന്നുള്ള തോന്നലും അയാൾക്കുണ്ടാകാം. ഇതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്ക് മേൽ കുതിര കയറാൻ നിനക്ക് കഴിയില്ല എന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള പരിശ്രമമാണ് പലതുമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ലോകക്രമത്തെക്കുറിച്ച് ഇന്ത്യ ചിന്തിക്കുകയും ചൈനയുമായിട്ട് പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന ചൈനയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു, റഷ്യയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. ഈ 3 രാഷ്ട്രങ്ങളും കൂടി ചേർന്ന് പുതിയൊരു ലോകത്രയമായി മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. കാരണം ലോകത്തിൻ്റെ ജനസംഖ്യയിൽ തന്നെ എനിക്കൊന്ന് ഒരു 45% ഈ 3 രാഷ്ട്രങ്ങളും ഒക്കെ കൂടുന്ന സമയത്ത് രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് സൗത്ത് ആഫ്രിക്ക ചേരുന്നു, ബ്രസീൽ ചേരുന്നു, അങ്ങനെ പലരും ചേരുന്നു. ഇറാനെ ചേർക്കാനായിട്ട് ശ്രമം. ഇവരെല്ലാവരും കൂടി ചേർന്നാൽ അവസാനം ഈ USA എന്ന് പറയുന്ന രാഷ്ട്രം ഒറ്റപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ട്രംപാണ്. അപ്പോൾ അവരുടെ പോലും സഹായം ട്രംപിന് ലഭിക്കുന്നില്ല. ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് എനിക്ക് എന്നുവെച്ചാൽ ട്രംപാണ് അതിനെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്.